സ്വന്തം കിടപ്പാടവും ഭൂമിയും സംരക്ഷിച്ചു നിർത്തുവാൻ ഒരുപറ്റം പാവങ്ങൾ മുനമ്പത്ത് നടത്തുന്ന സഹന സമരം ഒരു മാസം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ നിയോജകമണ്ഡലത്തിലെ മുനമ്പം എന്ന പ്രദേശത്ത് ക്രിസ്ത്യൻ സമൂഹം കൂട്ടത്തോടെ നിരവധി വർഷങ്ങളായി താമസിക്കുന്ന വീടും ഭൂമിയും അത് വഖഫ് ബോർഡിൻ്റെ അധീനതയിലാണെന്ന അവകാശവാദം ഉയർന്നപ്പോഴാണ് അവിടെ താമസിക്കുന്ന ആ ജനത നിരാഹാര സമരമടക്കമുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ജനതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കുവാൻ ഇവിടം ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും 1954 മുതൽ നടത്തിയ നിയമ ഭേദഗതികളാണ് ഇന്ന് 610ഓളം വരുന്ന കുടുംബങ്ങളെ അത് കുടിയൊഴിപ്പിക്കുമെന്നുള്ള വഖഫ് ബോർഡിൻ്റെ കടന്നുകയറ്റത്തിലേക്ക് വഴിവെച്ചത്. 404 ഏക്കറോളം വരുന്ന മുനമ്പത്തെ ഈ വിവാദ ഭൂമി 1950 തന്നെ വഖഫിൻ്റേതായി മാറിയെന്നുവെന്നതാണ് സമസ്തയടക്കമുള്ള മുസ്ലിം സംഘടനകളുടെ ഒരു വാദം. അത് അവരുടെ മുഖപത്രത്തിലെ ഒരു ലേഖനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇവിടെയുള്ള മറ്റു ട്രസ്റ്റുകൾക്കോ മഠങ്ങൾക്കോ ഇല്ലാത്ത ഒരു നിയമം അത് വഖഫ് ബോർഡിന് ഇവിടം മാറി മാറി ഭരിച്ചിരുന്ന ഇടത് വലത് സർക്കാരുകൾ നൽകിയിരുന്നതാണ്. ഇപ്പോൾ സമസ്തയുടെ വിവാദ നായകനായിട്ടുള്ള ഉമ്മർ ഫൈസയും മുസ്തഫ മുണ്ടുപറയുമൊക്കെ മുനമ്പത്തെ ഭൂമിയിൽ നിന്നും ഇപ്പോൾ അവിടെ താമസിക്കുന്നവർ ഒഴിയേണ്ടി വരുമെന്ന് വളരെ അസന്നിഗ്ധമായി തന്നെ പറയുവാൻ ഇവർക്ക് പ്രേരണയാകുന്നത്. എന്നാൽ മുനമ്പത്തെ ഭൂമിയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന ആശങ്കയുള്ള 619 കുടുംബങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഇടതു വലത് മുന്നണികളെയാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത്. എന്നാൽ ഈ കുടുംബങ്ങൾക്ക് പിന്തുണയേകി ക്രൈസ്തവ സഭകൾ രംഗത്ത് വരികയും അവർ തന്നെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടും ഇത്രയും നാൾ ഇവരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറിക്കൂടിയിട്ടുള്ള CPM-ഉം കോൺഗ്രസും ഇങ്ങനെ ഒരു നിഷേധാത്മക സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് ക്രൈസ്തവർ അവരുടെ സമരം അത് മുനമ്പത്തിന് പുറത്തേക്ക് അങ്ങ് തിരുവനന്തപുരത്ത് വരെ നടത്തിയത്. എന്നാൽ മുനമ്പത്ത് സ്വന്തം കിടപ്പാടം സംരക്ഷിക്കുന്നതിനായി അവിടെയുള്ള ജനങ്ങൾ നടത്തിയ സമരങ്ങൾക്ക് സർവ്വ പിന്തുണയും നൽകി BJPയും മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അവരെല്ലാം രംഗത്ത് വരികയും ചെയ്തു. വേണ്ടിവന്നാൽ നിലവിലുള്ള ഭൂമി സംരക്ഷിക്കുവാൻ വഖഫ് ബോർഡ് അതിൻ്റെ നിയമങ്ങൾ പൊളിച്ചെഴുതുമെന്ന് വരെ സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും മറ്റ് BJP നേതാക്കളും ഈ സമര നായകർക്ക് ഉറപ്പ് നൽകിയപ്പോഴാണല്ലോ മുനമ്പത്തെ സമരം വർഗീയവാദികൾ നടത്തുന്ന സമരങ്ങളാണെന്ന് പറയുവാൻ കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ വരെ തയ്യാറായത്. മാത്രമല്ല, മുനമ്പത്ത് നടക്കുന്ന സമരം അവിടെയുള്ള റിസോർട്ട് ഉടമകളും ചില മാഫിയ സംഘങ്ങളുമാണ് അത് നയിക്കുന്നതെന്ന് പറയാൻ ചില മുസ്ലിം സംഘടനകളും ഇവിടെ തയ്യാറായി. എന്നാൽ ഇങ്ങനെയുള്ളവർക്കുള്ള തക്കതായിട്ടുള്ള മറുപടിയാണ് ആർച്ച് ബിഷപ്പ് മാർ പാംപ്ലാനി അവിടെ നൽകിയത്. സമരത്തെ BJP അത് മുതലെടുക്കുകയാണെന്ന് പറയുന്ന CPM കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നു എന്നും ഇവർ ഈ വിഷയത്തിൽ നിന്നും ഒളിച്ചോടുകയാണെന്നും പറയുകയുണ്ടായി. മാത്രമല്ല, ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാടിൽ ക്രൈസ്തവർക്ക് BJPക്ക് വോട്ട് ചെയ്യുന്നതിൽ ഒരു വിമുഖതയുമില്ലെന്ന് അവിടുത്തെ സഭാ നേതൃത്വങ്ങളും വ്യക്തമാക്കിയുണ്ടായി. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് മുനമ്പം വിഷയത്തിൽ ഇടത് വലത് മുന്നണികൾ പരസ്പരം പഴിചാരുവാൻ തുടങ്ങിയത്. 2019 LDFിനെ അച്യുതാനന്ദ സർക്കാരാണ് നിസാർ കമ്മീഷനെ വച്ചതിന് ശേഷം നിയമം ഭേദഗതി ചെയ്തതെന്നാണ് UDFും. എന്നാൽ UDF ഭരണകാലത്ത് വഖഫ് ബോർഡിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ ഇരുന്നൊരു സമയത്താണ് വഖഫ് ബോർഡിന് അമിത അധികാരം ലഭിച്ചതെന്നുള്ള LDFിൻ്റെ ആരോപണങ്ങളും ഉയരുകയുണ്ടായി. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ UDFിനെ ബാധിക്കാതിരിക്കുവാൻ മുസ്ലിം സമുദായത്തെ വേദനിപ്പിക്കാതിരിക്കാനുമൊക്കെ CPM കോൺഗ്രസ് പാർട്ടികൾ ശ്രമിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഹിന്ദു പിന്നോക്ക സമുദായമായ SNDPയുടെ നേതൃത്വത്തിൽ വൈപ്പിൻകരയിൽ മുനമ്പത്ത് നടക്കുന്ന സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ മനുഷ്യച്ചങ്ങല അവിടെ തീർത്തത്. 10,000 പങ്കെടുത്ത SNDPയുടെ സമരം അത് ഉദ്ഘാടനം ചെയ്തതാകട്ടെ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയും. ഇത്രയും വലിയൊരു സമരം വൈപ്പിൻകരയിൽ നടന്നതോടുകൂടി UDFിലുണ്ടായിട്ടുള്ള ഒരു ഹാലിളക്കമാണ് ഉടൻ തന്നെ UDFിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അത് മുനമ്പം സമരസമിതി നേതാക്കന്മാരുമായും ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായിട്ടും ചർച്ചയ്ക്കായി മുനമ്പത്തേക്ക് എത്തിച്ചേർന്നത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളും ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടിയുമാണ് സഭാ നേതൃത്വവുമായിട്ടുള്ള ചർച്ചയ്ക്കായി ഇവിടെ എത്തിച്ചേർന്നത്.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ക്രൈസ്തവ സഭകളെ സമാധാനിപ്പിച്ച് അവരെ കൂടെ നിർത്തുവാനുള്ള ഒരു രാഷ്ട്രീയ അടവ് നയം മാത്രമാണ് UDF ഇവിടെ നടത്തിയത്. മാത്രമല്ല, ഭാവിയിൽ പ്രബല സമുദായമായിട്ടുള്ള SNDPയും ക്രൈസ്തവ സഭകളും അവർ ഒരുമിച്ച് കൂടിച്ചേരുന്ന ഒരു പുതിയ ബദലിനുള്ളൊരു സാഹചര്യവും ഇവിടെ ഒരുക്കരുതെന്ന അതിൻ്റെ ഒരു ഗൂഢ ഉദ്ദേശവും ഇപ്പോഴത്തെ ലീഗിൻ്റെ ഈ കൂടിക്കാഴ്ചയിലുണ്ട്. പണ്ടേ SNDP എന്ന സമുദായ സംഘടനകളെ ശിഥിലമാക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് കുടപിടിക്കുന്നൊരു സമീപനമാണ് മുസ്ലിം ലീഗ് നേതൃത്വം എന്നും നടത്തിയിട്ടുള്ളത്. അതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന BDJSനെ പിളർത്തി ജനസേന എന്നൊരു പാർട്ടി ഉണ്ടാക്കി അവരെ UDFിലേക്ക് ഈ മുസ്ലിം ലീഗ് ആനയിച്ചത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരുമായിരുന്നു. ചാവക്കാട് നടന്ന UDF സമ്മേളനത്തിൽ ലീഗിൻ്റെ സഹായത്താൽ BDJSൻ്റെ വിമത വിഭാഗത്തിൻ്റെ ആ ഒരു രംഗപ്രവേശനവും ലീഗ് അന്ന് നടത്തുകയുണ്ടായി. എന്നാൽ ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF അമ്പെ പരാജയപ്പെട്ടപ്പോഴും BDJSൻ്റെ വിമത വിഭാഗത്തിൻ്റെ ശക്തിയില്ലായ്മ അത് ബോധ്യപ്പെട്ടതിനാലുമാണ് ആ ഉദ്യമം ലീഗ് പിന്നീട് ഉപേക്ഷിച്ചതും. മുനമ്പം പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടണമെന്ന് മുസ്ലിം ലീഗ് ഇപ്പോൾ ആവശ്യമുയർത്തി വന്നിരിക്കുന്നുവെങ്കിൽ ഇത്രയും ദിവസം എന്തേ മുസ്ലിം ലീഗ് ഇതിന് തയ്യാറായില്ല എന്ന ചോദ്യവും ഉയരുകയാണ്. ഏതായാലും ഇപ്പോൾ SNDPയുടെ നേതൃത്വത്തിൽ മുനമ്പത്തെ പ്രകമ്പനം കൊള്ളിച്ച മനുഷ്യച്ചങ്ങലയാണ് ഇപ്പോഴത്തെ ഈ മുസ്ലിം ലീഗ് സഭാ നേതൃത്വവുമായിട്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള കാരണമെങ്കിൽ അവരുടെ കൂടിക്കാഴ്ചയിൽ വല്ല ആത്മാർത്ഥതയുമുണ്ടോ എന്ന കാര്യങ്ങൾ അത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നതുമാണ്.